ഏപ്രിൽ 15 ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ മതിൽ മഴയത്ത് മേളിൽ നിന്ന് വരുന്ന വെള്ളം വന്ന് കെട്ടി നിന്ന് ഈ മതിൽ തള്ളിപ്പോയി. ഇവിടെയെല്ലാം മണ്ണെല്ലാം ഈ ടൈൽസിൽ വീണു. അങ്ങനെ ഈ ഒരു മതിൽ ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റാതായി. അപ്പോൾ ഈ മതിൽ ചെയ്യുമ്പോൾ ഏകദേശം എങ്ങനെ പോയാലും 50,000 രൂപ എന്തായാലും നമുക്ക് ചിലവ് വരും. അപ്പോൾ ഈ ചിലവ് വരുമ്പോൾ നമുക്ക് ഇതിലൂടെ എന്തെങ്കിലും ഗുണം ഉണ്ടാക്കിയെടുക്കണമല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഒരു ഫിഷ് ടാങ്ക് നിർമ്മിക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. ഇതിനകത്ത് 1-2 ഗുണങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് നമുക്ക് ഈ കുറേ മണ്ണ് നമുക്ക് കിട്ടി. മേളിൽ നിന്ന് വരുന്ന വെള്ളം വന്ന് ഈ മതിലിൽ തള്ളിക്കഴിഞ്ഞാൽ ബാക്കി മതിലും കൂടെ ഇടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ മണ്ണ് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ അരുവിലൂടെ നമുക്ക് അങ്ങേ അറ്റം വരെ നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ മേളിൽ നിന്ന് വെള്ളം വന്ന് തള്ളാതിരിക്കും. ബാക്കി നമുക്ക് കൃഷി ചെയ്യാനുള്ള ആ ഒരു ഗുണവും ഇവിടെ കിട്ടും. ഇവിടെ എനിക്ക് കുറച്ച് പണി സാധനങ്ങൾ മാത്രമാണ് എനിക്ക് പൈസയായിട്ട് ചിലവ് വന്നത്. കറക്റ്റ് 100 കല്ല് ഞാൻ കൊണ്ടുവന്നു. ഈ 100 കല്ലിൽ ഈ 2 പീസ് അവിടെ കിടക്കുന്ന അത് മാത്രമാണ് എനിക്ക് മിച്ചം വന്നത്. ആ 2 വലിയ കല്ല് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്, പഴയ കല്ല്. എനിക്ക് കയ്യാളും എൻ്റെ കൂട്ടുമായിട്ട് ഈ ചക്കരയാണുള്ളത്. എന്നെ നോക്കുകയാണ്. അവനാണ് എനിക്ക് എല്ലാത്തിനും 24 hours എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. വേറെ ആരും എൻ്റെ ഇടയില്ല. ബാക്കിയെല്ലാം ഞാൻ തനിയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ടാങ്ക് പണിതെടുക്കാമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അപ്പോൾ മനുഷ്യൻ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും തന്നെ ഇല്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉൾഭാഗവും ഈ സൈഡിൽ വെളിഭാഗവും നമുക്ക് പൂശിയെടുക്കണം. അത് കഴിഞ്ഞ് ഗ്രൗട്ട് അടിക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മത്സ്യകൃഷിയുടെ തുടക്കം കുറിക്കണം. അതായത് അലങ്കാര മത്സ്യങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റ് മത്സ്യങ്ങൾ, വലിയ മത്സ്യങ്ങൾ, വളർത്തു മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങൾ നമുക്ക് ഇതിനകത്തിട്ട് വളർത്താം. എന്നാലും അതിന് കുറച്ച് അധികം നമ്മുടെ ശ്രദ്ധ വേണ്ടി വരും. ഇത് തുടക്കമാണ്. ഇനി നമുക്ക് അങ്ങോട്ട് ഇതുപോലെ എത്ര ടാങ്ക് ചെയ്യാൻ വേണമെങ്കിലും സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് വിജയകരമാണെങ്കിൽ ഇത് കുറേ കൂടെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ ഞാൻ കാണിച്ചത്. ഇതെവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇനി 1, 2, 3, 4 ടാങ്ക് നിൽക്കാനുള്ള, ഈ സൈഡിൽ 3-4 ടാങ്ക് നിൽക്കാനുള്ള സ്ഥലം ഇവിടെയുണ്ട്. ബാക്കിലോട്ട് ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഐഡിയ. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൂടെ മറ്റൊരു ഗുണം കൂടെ കിട്ടുമോ എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ഇനിയും ഞാൻ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ടുള്ള നേട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.